കേരളത്തിൽ 11 ഈ പറഞ്ഞ 10 നിയോജകമണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം കൂടാതെ 11 നിയോജകമണ്ഡലങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്താണ്. അങ്ങനെ നമ്മളൊരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറാണ് BJPയെ നയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വയ്ക്കുന്നത് വികസനത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കും. അദ്ദേഹം ഒരു വളരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJP ഏകദേശം ഒരു 10-നും 7-നും ഇടയ്ക്കുള്ള സീറ്റ് നിയമസഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമസ്കാരം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് തിരഞ്ഞ പലർക്കും അറിയായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഈ ഏഷ്യാനെറ്റിന്റെ പിൻബലമാണോ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വരാനുള്ളൊരു കാരണം? അത് ഒരു കുസൃതി ചോദ്യമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാധ്യമ ലോകത്തൊരു ഭീമൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാര്യം ഈ ഏഷ്യാനെറ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജൂപ്പിറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കമ്പനി നിരവധി ചാനലുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക് ചാനലിൽ അദ്ദേഹത്തിന് ഷെയറുണ്ട്. പിന്നെ നേരത്തെ തന്നെ CPM-ഉമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന NDTVയിൽ പോലും അദ്ദേഹത്തിന് ഷെയർ ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് സുവർണ, കർണാടകത്തിൽ തന്നെ സുവർണ, അങ്ങനെയുള്ള ഒരു നിരവധി ചാനലുകൾ, നമുക്ക് അറിയപ്പെടാത്ത പല മാധ്യമ സ്ഥാപനങ്ങളിലും, ഒരുപക്ഷേ ഇന്ത്യയിൽ റൂപക് മർഡോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാം. ആ തരത്തിലുള്ള ഒരു മാധ്യമ ഭീമനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമത്തിൻ്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ നിസ്സാരമാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റിന് അതിൻ്റെ വ്യക്തമായ ഒരു എഡിറ്റോറിയൽ പോളിസിയുണ്ട്. അത് നമ്മൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജേർണലിസ്റ്റുകളുടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എഡിറ്റോറിയലിൽ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 95% CPM അനുകൂല ആൾക്കാരാണ്. അപ്പോൾ ആ ചായ്വുള്ള ആൾക്കാരാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് നിങ്ങൾ നാളെ തൊട്ട് BJPക്ക് അനുകൂലമായിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു പാത വെട്ടി കേരളത്തിലോട്ട് കടന്നു വന്ന ഒരാളല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ അത്ര ഒരു പ്രമുഖ നേതാവൊന്നുമല്ല. കഴിഞ്ഞ തവണ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന സമയത്ത് ഞാനും കുറച്ച് ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരിടത്തും ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവിനെ നിർത്തിയിരുന്നെങ്കിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് അന്ന് തന്നെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമോ? വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം ഈ നമ്മുടെ പുതിയ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ രാഷ്ട്രീയം വേറെ, വികസനം വേറെ. അവർക്കൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്, അവരുടെ ഒരു ഹിന്ദുത്വ അജണ്ടയുണ്ട്. പക്ഷേ അതോടൊപ്പം അവർ ജനങ്ങളുടെ മുന്നിലേക്ക് തെരഞ്ഞെടുപ്പിന് വയ്ക്കുന്നത് വികസനമാണ്. അപ്പോൾ ആ വികസന കാഴ്ചപ്പാട് സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അവിടെ രാഷ്ട്രീയക്കാർക്കല്ല പ്രസക്തി. വികസനം നടപ്പിലാക്കാൻ കഴിവുള്ള ആൾക്കാരെ എല്ലാം മോദി സെലക്ട് ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം അശ്വിനി വൈഷ്ണവ്, അദ്ദേഹം ഒരു ഏറ്റവും വലിയൊരു സയൻറ്റിസ്റ്റും അങ്ങനെയുള്ള ആ ഒരു മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതാക്കളെ, പാർട്ടി പ്രവർത്തനത്തിനാണ് രാഷ്ട്രീയ നേതാക്കളെ ആവശ്യം. ഈ NDA സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ഭരിക്കാൻ ഈ ടെക്നോക്രാറ്റുകളാണ് കൂടുതൽ ഇഷ്ടം. അതായത് അവർക്ക് മാത്രമാണ് ഒരു വികസനം മുന്നോട്ട് വയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ നിരവധി മന്ത്രിമാർ. ഇപ്പോൾ S ജയശങ്കർ, അദ്ദേഹം ഒരു BJP നേതാവ്, RSSന്റെ നിക്കറിട്ടോ ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട്, മെരിറ്റ് കൊണ്ട് അദ്ദേഹത്തിനെ മോദി എടുത്ത് അദ്ദേഹത്തിന് രാജ്യസഭയിലെത്തി മന്ത്രിയാക്കി. നിർമ്മലാ സീതാരാമൻ ഏതെങ്കിലും പാർട്ടി പ്രകടനത്തിലോ അല്ലെങ്കിൽ മറ്റ് മുദ്രാവാക്യം വിളിച്ച് വന്ന നേതാവല്ല. അപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ കഴിവിനെ കണ്ടിട്ടാണ് അവർ ഭരിക്കാൻ അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ആർജവം മാത്രം പോരെ, ചിന്താശേഷിയും വികസന കാഴ്ചപ്പാടും ഐഡിയോളജിയുള്ള ആൾക്കാരെ മാത്രമാണ് ഈ BJPയുടെ അല്ലെങ്കിൽ NDA സർക്കാരിൽ ബഹുഭൂരിപക്ഷം കേന്ദ്രമന്ത്രിമാർ. അതുകൊണ്ടാണ് ഈ വികസനം. ഇപ്പോൾ നമുക്ക് നദ്ദയുടെ കാര്യം എടുക്കാം. ജെ പി നദ്ദയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നാഡി ഞരമ്പുകളെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഈ നാഷണൽ ഹൈവേകളെല്ലാം ഇന്നത്തെ തരത്തിൽ ഇത്രയും വിപുലമാക്കി പണിതെല്ലാം JP നദ്ദയുടെ ഒരു കഴിവാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ നമ്മൾ കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തോട് തന്നെ കൂറുള്ള വികസന കാഴ്ചപ്പാടുള്ള ഐഡിയോളജിയുള്ള നേതാക്കളെയല്ല
അങ്ങനെയുള്ള അത്തരം വ്യക്തിത്വങ്ങളെ, മികച്ച വ്യക്തിത്വങ്ങളെ അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ നേതാക്കളാക്കുകയും അവരെ മന്ത്രിസഭയിലെടുത്ത് രാജ്യത്തിന് വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നതാണ് മോദിയുടെ ഒരു ഐഡിയ. അപ്പോൾ ആ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കാൾ ഉപരി അവർക്ക് വികസനത്തോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലുള്ള ടെക്നോക്രാറ്റാണ് പക്ക. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വികസനം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു മോദിയുടെ ഒരു വിശ്വാസം, അതായത് കേരളത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള ഒരു ഐഡിയോളജി ഉള്ള ഒരാൾ കേരളത്തിൽ വേണം നേതാവായിട്ട്. അത്തരത്തിലുള്ള ഒരു നേതാവിന് മാത്രമേ ഇനി കേരളത്തിലെ യുവജനങ്ങളെ ആകർഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെ കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അങ്ങനെയുള്ള ഒരു നേതാവ് വരണമെന്നാണ് കേരളത്തിലെ വിദ്യാസമ്പന്നരായ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. സാർ അങ്ങനെ പറയുമ്പോഴും നമുക്ക് കേരളത്തിൽ അറിയാം കൂടുതൽ ന്യൂനപക്ഷങ്ങളാണുള്ളത്. ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. പക്ഷേ BJP എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ആശയം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർട്ടിക്ക് ഇവിടെ ഒരു മാജിക് കാണിക്കാൻ കഴിയുമെന്ന് പറയാനാകുമോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ മുമ്പ് പഴയ BJP-യെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പ്രചരണങ്ങളൊക്കെ നേരത്തെ നടന്നിരുന്നു. അതൊക്കെ നമുക്കറിയാമെന്നുള്ള ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. നമുക്കിപ്പോൾ ജനത്തിൻ്റെ മൈൻഡ് മാറി, മൈൻഡ് സെറ്റ് ഇപ്പോൾ വേറെയാണ്. അപ്പോൾ ജനത്തിന് വികസനത്തോടാണ് കൂടെ, ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, അതെല്ലാം ഈ പഴയ ക്ലീഷേ വർത്തമാനങ്ങളിൽ നിന്ന് മാറി ജനം യാഥാർത്ഥ്യത്തിലോട്ട് കടന്നു വന്നു. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. സുരേഷ് ഗോപി വിജയിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രൈസ്തവർക്ക് ഭയങ്കര സ്വാധീനമുള്ള ഒരു സ്ഥലം. സാറങ്ങനെ അവിടെ പറയുമ്പോഴും സുരേഷ് ഗോപി എന്നൊരു വ്യക്തിക്ക് ഒരു അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേരുണ്ട്. അപ്പൊ അതും ഒരു കാരണമായിട്ട് ഉണ്ടാകത്തില്ലേ BJP പാർട്ടിയിൽ? അവിടെ എനിക്ക് വീണ്ടും പുറകിലോട്ട് പോകേണ്ടി വരും. അതായത് അത്തരത്തിലുള്ള ആൾക്കാരെയാണ് മോദി സെലക്ട് ചെയ്യുന്നത്. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും അങ്ങനെയായിരിക്കും. സുരേഷ് ഗോപി അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നു. സുരേഷ് ഗോപിയെ മോദി തന്നെ നേരിട്ട് വന്ന് തൃശ്ശൂർ പറഞ്ഞു തൃശ്ശൂർ BJP വിജയിക്കുമെന്ന് മോദി ഉറപ്പ് കൊടുത്തിട്ടാണ് പോയത്. തൊട്ടടുത്ത് സുരേഷ് ഗോപിയോട് വിജയിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വേറൊരു രഹസ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഗ്രാസ് റൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർകാരനാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് വീടൊക്കെ തൃശ്ശൂരിൽ നിന്ന് വേറൊരാളിനെ തിരുവനന്തപുരത്ത് ഇറക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളിനെ തൃശ്ശൂർ ഇറക്കി. അപ്പം ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പോലെ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭൂരിപക്ഷത്തിൻ്റെ ഒരു വ്യത്യാസം പറയാം. കേരളത്തിൽ ഏകദേശം നമ്മൾ ന്യൂനപക്ഷത്തിൻ്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്തവർ ഏകദേശം ഒരു 19%, മുസ്ലിം ന്യൂനപക്ഷം ഏകദേശം 27%-ലധികം ഉണ്ട്. അപ്പം ഏകദേശം ഒരു ചെറിയ മാർജിൻ മാത്രമേ ഉള്ളൂ ഈ ഭൂരിപക്ഷ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾ. പക്ഷേ ന്യൂനപക്ഷ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ബ്ലോക്കാണ്, ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഒരു വലിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം, അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ വക്താവായിട്ട് ചാർത്താനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അപ്പോൾ ആ ശ്രമത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിൽ വരുമ്പോഴാണ് എൻ്റെ ജാതി ഏതാണെന്ന് ഞാൻ അറിയുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹത്തിനൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. ന്യൂനപക്ഷങ്ങളെ എല്ലാം അദ്ദേഹം ക്രമേണ ഈ BJP-യിലോട്ട് അടുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. അപ്പം ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതമൈത്രി കുറച്ച് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചെറിയ ചിന്താശ്രേണിയിലുള്ള ആൾക്കാർ കൂടുതലുള്ളതാണ്. അപ്പോൾ അതെല്ലാം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് വരും കാലങ്ങളിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ നല്ലൊരു വിഭാഗത്തിനെ BJP പാളയത്തിലേക്ക് അല്ലെങ്കിൽ NDA പാളയത്തിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം BJP-ക്ക് കൂടുതൽ വോട്ട് ഷെയർസ് എല്ലാം കൂടിയിട്ടുണ്ടെന്ന് സാർ ഇപ്പോൾ പറയുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ നേമത്ത് രാജഗോപാൽ നമ്മൾ വിജയിച്ചത് കണ്ടതാണ്. എന്നാൽ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കുമ്മനം രാജശേഖരൻ അവിടെ തോൽക്കുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ ഒരിക്കൽ ജയിപ്പിച്ച ജനത്തിന് തോൽപ്പിക്കാനും അറിയാം. അപ്പം BJP-ക്ക് ഇനിയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ലേ, ഇപ്പോൾ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ടെങ്കിലും? അല്ല, അതൊരു പ്രസക്തമായിട്ടുള്ള സംഗതിയാണ്. അതായത് ഈ നിയമസഭയും പാർലമെൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നേരത്തെ ചോദിച്ചത്. രാജഗോപാൽ ജയിച്ച സ്ഥലത്ത് വീണ്ടും ശിവൻകുട്ടി ജയിക്കുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം പറയണം, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2019 ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കം CPM-നോടൊപ്പമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം.
ആ ശിവൻകുട്ടി വിജയിച്ചതിൻ്റെ അന്ന ദിവസം വൈകിട്ട് നടന്ന ചാനൽ ചർച്ചയിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് തുളസീധര പള്ളിക്കൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ശിവൻകുട്ടിക്ക് ഞങ്ങൾ വോട്ട് നൽകിയിട്ടുണ്ട്, ഏകദേശം 10,000 വോട്ടിലധികം ശിവൻകുട്ടിക്ക് നൽകിയിട്ടുണ്ടെന്ന് ഈ SDP അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവായ തുളസീധരൻ പള്ളിക്കൽ തന്നെ പറഞ്ഞത് നമുക്കിപ്പോൾ ഏതെങ്കിലും ചാനലിലെ വിഷ്വൽസ് നമുക്ക് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ ഞാനത് കണ്ടതാണ്. അതൊക്കെ നമുക്ക് റെക്കോർഡിക്കലായിട്ടുള്ള സാധനമാണ്. മാത്രമല്ല പിന്നെ SDP അന്നത്തെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഒരു കണ്ടള സ്വദേശിയായ ഒരു യുവ നേതാവ് അദ്ദേഹവും പറഞ്ഞു ശിവൻകുട്ടിക്ക് അവർ SDP 10,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ന്യൂനപക്ഷ വോട്ടാണ് ഈ കഴിഞ്ഞ തവണ പിന്നെ CPM നിയമത്ത് വലിയ വിജയസാധ്യത ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ കാര്യങ്ങൾ മാറിമറിഞ്ഞ കാര്യം പലപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ ചർച്ചയാവാറില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്കുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂർ നേമത്ത് കിട്ടിയത് വെറും 39,101 വോട്ടാണ്. വേറൊരു പ്രധാനപ്പെട്ട വസ്തുത, നേരത്തെ ശിവൻകുട്ടിയുടെ കണക്ക് നമ്മൾ പറഞ്ഞു, ശിവൻകുട്ടി അവിടെ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണെന്ന് പറഞ്ഞു. അവിടെ ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട് 33,022 വോട്ട് മാത്രമാണ്. ബാക്കി വോട്ട് എവിടെ പോയി? കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണ്. അതേസമയം ശിവൻകുട്ടി 2021 ശിവൻകുട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 55,837 വോട്ട് ശിവൻകുട്ടി അവിടെ നിന്ന് നേടിയിരുന്നു. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ 61,227 വോട്ട് നേടി. അപ്പോൾ ഏകദേശം ഒരു 6,000-7,000 അടുപ്പിച്ച് വോട്ടിൻ്റെ വ്യത്യാസം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്നുള്ള മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച വ്യക്തിത്വങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കുമ്മനം രാജശേഖരൻ മോശപ്പെട്ട ആളെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ജനം വികസനമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യും. മാത്രമല്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉടൻ തന്നെ SDP നിരോധിക്കും എന്നുള്ളതാണ് സൂചന. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് SDP നിരോധിച്ചിരിക്കും. കാരണം കോൺഗ്രസിനൊരു പിന്തുണ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാകും. മാത്രമല്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നാലും LDFന് മുസ്ലിം വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, പ്രത്യേകിച്ച് നേമത്ത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേമത്ത് വീണ്ടും ആവർത്തിക്കും, വീണ്ടും നേമത്ത് താമര വിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മിക്കവാറും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും നേമത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളൊരു സൂചനയും കൂടെ ഇപ്പോൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അപ്പോൾ മുൻ വർഷത്തേക്കാൾ അല്ലെങ്കിൽ മുൻ തിരഞ്ഞെടുപ്പുകളേക്കാൾ ഇപ്പോൾ NDAക്ക് വോട്ട് ശതമാനം കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കണക്കുകൾ പരിശോധിച്ച് തന്നെ പറയാം. നമുക്കിപ്പോൾ 2014 നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 10.82% പിന്നെ NDAയുടെ വോട്ട് ഷെയർ. അത് 2016 ആയപ്പം 11.39 വർദ്ധിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് 15.64% വർദ്ധിച്ചു. 2024 മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്തെത്തുമ്പോൾ അത് 19.14% വർദ്ധിച്ചു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന CPM ആവട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആവട്ടെ, അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കുണ്ടായ മൂല്യച്യുതി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് BJPക്ക് വോട്ട് ഷെയർ കുറവാണെന്നുള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും, അതും വൻ ഭൂരിപക്ഷം. അപ്പം നമുക്ക് BJPയുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കണക്ക് കൂടെ വിശദീകരിച്ച ശേഷം നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇല്ലെങ്കിൽ ഈ ചർച്ച ഒരു അപൂർണമാകും. അതായത് ഈ കഴിഞ്ഞ 2024 മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 10 നിയോജക മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിനെ ആരും അവഗണിച്ച് കളയേണ്ട കാര്യമില്ല. 10 നിയോജക മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷം. തൃശ്ശൂരിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ BJP വൻ ഭൂരിപക്ഷം നേടി. നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞു, ഈ ന്യൂനപക്ഷങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു. നമ്മൾ ഈ ചർച്ചയ്ക്കിടെ ഈ ന്യൂനപക്ഷങ്ങളുടെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മുടെ ഒരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ 5 നിയോജക മണ്ഡലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, BJPക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി മത്സരിച്ചോ എന്തോ ആയിക്കോട്ടെ, മോദി അവിടെ വന്നു, സംഭവമൊക്കെ ശരി തന്നെയാണ്.
പിന്നെ അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളൊരു നിയോജക മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്ക് വോട്ട് കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ഏകദേശം 55,057 വോട്ട് സുരേഷ് ഗോപി നേടി. അതായത് 14,117 വോട്ടിൻ്റെ മാർജിൻ സുരേഷ് ഗോപിക്ക് കിട്ടി. ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത് വെറും 34,253 വോട്ടാണ്. ഒരുപാട് മതേതരത്വം അവർ പറഞ്ഞാണ് തൃശ്ശൂരിൽ. അറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ഈ സുരേഷ് ഗോപി മറ്റേ പിന്നെ കിരീടമൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ അത് ചെമ്പാണെന്ന് പറഞ്ഞു, പിത്തളയാണെന്ന് പറഞ്ഞു, അവഹേളനം നടത്തി, ഒരുപാട് നടത്തി. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ക്രൈസ്തവർ അവിടെ ഇത്രയും വോട്ട് കൊടുത്തു എന്നുള്ള വസ്തുത അവിടെ നമ്മൾ ചിന്തിക്കണം. അവിടെ കോൺഗ്രസ്സിന് ഒരു 40,940 വോട്ട് മാത്രമാണ് ഈ കോൺഗ്രസ്സിന് കിട്ടിയത്. മറ്റ് തൃശ്ശൂരിലെ തന്നെ നമ്മൾ മറ്റ് മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പിന്നെ മണലൂർ എടുക്കാം. മണലൂരിൽ 61,196 വോട്ട് BJP കിട്ടിയിരിക്കുകയാണ്, NDAക്ക്. അവിടെ ഇടതുപക്ഷത്തിന് കിട്ടിയത് വെറും 53,000 വോട്ടാണ്. നാട്ടികയിൽ പിന്നെ 66,000 വോട്ട് സുരേഷ് ഗോപി നേടിയപ്പോൾ LDFന് കിട്ടിയത് വെറും 52,000 വോട്ടാണ്. ഇരിഞ്ഞാലക്കുടയിൽ 59,515 വോട്ട് സുരേഷ് ഗോപി നേടിയപ്പോൾ 45,022 വോട്ട്, വെറും 45,022 വോട്ടാണ് LDFന് കിട്ടിയത്. ഇങ്ങനെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയോജക മണ്ഡലങ്ങളിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. നമ്മൾ തിരിച്ച് നേരെ തിരുവനന്തപുരത്ത് BJPയുടെ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരത്ത് വരികയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് 4 നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. വട്ടിയൂർക്കാവിലെ നിയമത്തെക്കാൾ ഭൂരിപക്ഷം NDAക്ക് നേടാൻ കഴിയും. അപ്പോൾ ഈ 5, 4, 9 പിന്നെ വേറൊരു മണ്ഡലം കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 നിയോജക മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് BJPക്ക് ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും 10,000-നും 15,000-നും ഇടയ്ക്കുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ഇതേസമയം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലായിരുന്നാലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDP-യുടെയും നിർണായക വോട്ട് ശതമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരത്തിലേറാൻ കഴിഞ്ഞു. 2 LDF സർക്കാർ വന്നതും ഈ SDP-യുടെ വോട്ടിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞതിനോടൊപ്പം ഒരു കണക്ക് കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കേരളത്തിൽ 11 ഈ പറഞ്ഞ 10 നിയോജക മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം കൂടാതെ 11 നിയോജക മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. അങ്ങനെ നമ്മളൊരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറാണ് BJPയെ നയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വയ്ക്കുന്നത് വികസനത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കും. അദ്ദേഹം ഒരു വളരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJP ഏകദേശം ഒരു 10-നും 7-നും ഇടയ്ക്കുള്ള സീറ്റ് നിയമസഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാക്കി നമുക്കെല്ലാം വിടാം. ബാക്കി ഈ 11 നിയോജക മണ്ഡലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത ചെറിയ മാർജിൻ മാത്രമുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാലും കേരളത്തിൽ ഒരു 10-നും 7-നും ഇടയ്ക്ക് സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, NDAക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മുരളീധരന് വമ്പൻ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വോട്ട് ശതമാനം കൂടി. പക്ഷേ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ മുരളീധരൻ വൻ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. അത് നമ്മൾ ഇലക്ഷൻ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും ഈ മുഖ്യധാര അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ തങ്ങളുടെ അണികളോട് ഈ കാര്യങ്ങളൊന്നും വിശദീകരിക്കില്ല. കാരണം വിശദീകരിച്ച് കഴിഞ്ഞാൽ ദുർബലങ്ങളോടൊപ്പം ആരും നിൽക്കില്ല എന്നുള്ള ഒരു പൊതുബോധം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ശക്തന്മാരുടെ കൂടെ ആൾക്കാർ നിൽക്കുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു BJPയോട് അല്ലെങ്കിൽ NDAക്ക് വോട്ട് സാധ്യത കൂടുമോ എന്നുള്ള യുവാക്കൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക. അതുകൊണ്ട് എന്തായിരുന്നാലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് കേരളത്തിൽ ഒരു വലിയ BJPയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല അദ്ദേഹം ഈ അടുത്ത കാലത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസന കാര്യങ്ങളിൽ കേരള സർക്കാരിനോടൊപ്പം നിൽക്കുക, കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള എല്ലാവിധ വികസന പദ്ധതികളും എത്രയും വേഗം കേരളത്തിൽ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കുക, ഒപ്പം ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ നയങ്ങളെ ശക്തിയുക്തം എതിർക്കുക. ഇത് ഈ 2 ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.